അല്ലക്കര ഈ RSS പരിപാടിയിൽ പങ്കെടുക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്ന VD സതീശൻ പൂങ്കുന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു. നേരത്തെ വളരെ മുമ്പ് ഒരു ചിത്രം പുറത്തു വന്നതാണല്ലോ ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട്. അതിന് VD സതീശൻ അന്ന് ഒരു വിശദീകരണം നൽകിയെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് അതിൽ ഒരു വിശദീകരണം നൽകാം. പൂങ്കുന്നത്തെ പരിപാടി കൂടാതെ RSSുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച നേതാവാണ് VD സതീശൻ. അതൊരു മറുപടി പറഞ്ഞ ആരോപണത്തിലേക്ക് വരാം. അല്ലല്ല, അതൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടയില്ല വെടി, സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടയില്ല വെടി പറയുന്നതാണ്. ഭാരതീയ വിചാര കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സെമിനാറുകൾ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത് ക്രിയാത്മകമായ ചർച്ചകളാണ്. ആ ചർച്ചകൾ എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ഭാഗം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാവും. സ്വാഭാവികമായും പിന്നെ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ VD സതീശൻ സ്വാഭാവികമായും പങ്കെടുക്കാറുണ്ട്. അത് RSSന്റെ ചർച്ചയുമാണ് എന്ന രീതിയിൽ RSSന്റെ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണു എന്ന രീതിയിലൊക്കെ പറയുന്നത് ബാലിശമാണ്. അത് ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഞാൻ കർണാടകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലാണ് പഠിച്ചത്. അവിടെ പൂർണ്ണമായും ഒരു മതേതര സ്വഭാവത്തിൽ പോകുന്ന ഒരു സ്കൂളാണ്. പക്ഷെ അവിടെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. PD പുരുഷോത്തമൻ RSSന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹം എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്, ഹിന്ദി പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പൊ അവിടെയൊക്കെ പല പരിപാടികളും നടക്കാറുണ്ട്. ആ പരിപാടികൾക്ക് ചിലപ്പോൾ നമ്മൾ പോയി കാണും, കാണാതിരിക്കും, ഒക്കെ വേറെ വിഷയമാണ്. അതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്. ഇതല്ലല്ലോ പ്രശ്നം. ഇവിടെ RSSന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ADGP പോയി കണ്ടു എന്നുള്ളതാണ്. അതിനെ ഈ സംസ്ഥാനത്തെ ഉത്തരവാദിത്തമുള്ള RSSന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ. K. സുരേന്ദ്രൻ ആദ്യം പറഞ്ഞു ഇത് സതീശന്റെ ഉണ്ടയില വെടിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് മാറ്റി. അപ്പൊ ഇത് ഒളിച്ചു വെച്ചതാണ് ഈ ഒന്നാമത്തെ പ്രശ്നമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒളിച്ചു വെച്ചു. എന്തിനു വേണ്ടിയാണ് ഒളിച്ചു വെച്ചത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടന്നപ്പോൾ RSSുമായുള്ള ചങ്ങാത്തം എവിടെയാണ് തുടങ്ങുന്നത്? സ്മൃതിക്കറിയാലോ. പിന്നെ വളരെ കൃത്യമായി ഇടതുപക്ഷ ഒരു ഗവൺമെന്റാണ്. ആ ഇടതുപക്ഷത്തിന് ഒരു വിദ്യാഭ്യാസ നയമുണ്ടായിരുന്നു. ഒരു ഇടതുപക്ഷ ബദൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് എന്ന രീതിയിലാണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരങ്ങളൊക്കെ. ഞാൻ അതിലേക്ക് കടന്നു പോവുകയില്ല. ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അനുമതി കൊടുക്കില്ല എന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ് ഒന്നാം പിണറായി സർക്കാർ. പക്ഷെ ഇവിടെ പിന്നെ സംഘപരിവാറിന്റെ കീഴിലുള്ള സരസ്വതി വിദ്യാലയങ്ങൾക്ക് C. രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് സരസ്വതി വിദ്യാലയങ്ങൾക്ക് അനുമതി കൊടുത്തുകൊണ്ടാണ് ഇടത് ബദൽ ആദ്യം പൊളിച്ചത്. അത് RSSന്റെ ചങ്ങാത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ നിങ്ങോട്ട് തുടങ്ങിയാണ്. അവസാനമായി വ്യക്തി നിൽക്കുന്നത് തൃശൂർ പൂരത്തിലാണ്. ഞങ്ങൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം എന്താണ്? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ്. ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നടത്തുന്നത് ആദ്യം ആരാണ്? പ്രധാനമന്ത്രിയും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടനിലയിൽ നിന്ന് ആദ്യത്തെ കന്യായ പ്രവർത്തിച്ച ശ്രീ ബെഹ്റയാണ്. ആ ബെഹ്റയും അമിത്ഷായുമായുള്ള ബന്ധമാണ് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം എവിടെയാണ്? EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള ചർച്ചകളാണ്. ആ ചർച്ചകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആണ്. പിന്നീട് വരുന്ന ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണപരമായ ക്ലിയറൻസ്, അത് ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പറയുന്ന ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നടന്നത്. ഞാൻ ഓരോ കാര്യം ഓരോ വിഷയവുമായി വിവരിക്കേണ്ടായ നേട്ടം എന്താണ്? ഈ വിഷയത്തിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ EP ജയരാജനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ എണ്ണി പറയാം. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വപ്ന സുരേഷ് അല്ലാതെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സരിത്തും അല്ലാതെ മറ്റാരും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജയിലിൽ കടന്നിട്ടില്ല. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ലൈഫ് മിഷൻ പ്രതിസ്ഥാനത്ത് വന്ന വിഷയത്തിൽ ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഒഴികെ മറ്റാരും ജയിലിൽ കടന്നിട്ടില്ല. CBI എൻക്വയറി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ ആ കേസ് ഒരു ഇഞ്ച് പോലും സുപ്രീം കോടതി സ്റ്റേ കൊടുത്തില്ല. അന്വേഷണം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ കേസിൽ ഒരു സ്റ്റേ പോലും കിട്ടാത്ത കേസിൽ ഇവിടെ ലൈഫ് മിഷൻ കേസ് മുന്നോട്ട് പോകുന്നില്ല. ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി എടുക്കാത്തത്? അപ്പൊ ഈ വിഷയങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വിഷയങ്ങളാണ്. അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഉണ്ടായിരുന്ന ആനന്ദും അഡീഷണൽ പിന്നെ ഡയറക്ടറുമായിരുന്ന പ്രശാന്ത് കുമാർ, ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഘട്ടത്തിൽ സ്ഥലം മാറ്റുകയാണ്. CBIയുടെ സൂപ്രണ്ടും ആ കേസുകൾ അന്വേഷിച്ച ആളുകളെ സ്ഥലം മാറ്റുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ കേസുകളിലൊക്കെ കേരളത്തിലെ എറണാകുളത്തെ CBI സൂപ്രണ്ടിന്റെ ഓഫീസും എറണാകുളത്തെ ജോയിന്റ് ഡയറക്ടർ ഓഫീസുമായ EDയും അവര് വളരെ ക്ലിയർ ആയി ഈ കേസുകൾ പിന്നെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഉന്നയിച്ച വിഷയമാണ്. അതിന് താങ്കളുടെ മറുപടി അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു.
ശരി, അങ്ങനെ പല കേസുകളും ഞാൻ പറഞ്ഞ സർക്കാരുമായി വിഷയം അതൊന്ന് പൂർത്തിയാക്കും ലേഖര. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പല കേസുകളും സർക്കാരുമായി ബന്ധപ്പെട്ട ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കേസുകൾ ആവിയായി പോയതിന്റെ പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് CPM BJPക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണോ? അല്ലല്ലോ. BJPക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാർട്ടിയല്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം സമാഹരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് വേണ്ടത് ഇവിടെ ഒരു പൊളിറ്റിക്കൽ എൻട്രിയാണ്. അവർക്ക് പാർലമെന്റിൽ സീറ്റാണ് വേണ്ടത്, നിയമസഭയിൽ സീറ്റാണ് വേണ്ടത്. അതിനുള്ള നീക്കങ്ങൾ നിയമസഭയിൽ നടത്തി. ആ നിയമസഭയിൽ നടത്തിയ സ്ട്രാറ്റജി മാറ്റി കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. അതിന്റെ വോട്ടിന്റെ കണക്ക് വടക്കാഞ്ചേരി ഉൾപ്പെടെ തൃത്താല ഉൾപ്പെടെ എടുത്താൽ നമുക്ക് ഷാജി ഉൾപ്പെടെയുള്ള സീറ്റുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അതിന്റെ പൊളിറ്റിക്കലായ ലാഭം നിയമസഭയിൽ നടന്നത്. ഇവിടെ ഈ പാർലമെന്റ് സീറ്റിൽ തിരുവനന്തപുരത്തും തൃശൂരും ആറ്റിങ്ങലും 3 സീറ്റുകളുടെ ബാർഗൈനിങ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ആ ബാർഗൈനിങ്ങിൽ 3 സീറ്റിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും വിജയിക്കുമോ പരാജയപ്പെടുമെന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തി. തൃശൂരിൽ മാത്രമാണ് ആ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ സ്മൃതി. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പിണറായി വിജയൻ കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭനായ EP ജയരാജനെ കുരുതി കൊടുത്തിട്ട് ഇവിടെ അതിനേക്കാൾ അതിന്റെ ഒപ്പം ഈ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്ന അജിത് കുമാറിന്റെ രോമത്തിൽ പോലും തൊടാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഈ ഡീലിനകത്ത് പ്രധാന കക്ഷിയായിരുന്നു. ഇത് ഒന്നുകിൽ പ്രതിസ്ഥാനത്തോ സാക്ഷി സ്ഥാനത്തോ വരേണ്ട അജിത് കുമാറിനെ തൊടാൻ ഈ ഗവൺമെന്റിന് ഭയമാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് EP ജയരാജന് കുരുതി കൊടുത്തിട്ട് പോലും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്. RSS ബന്ധം സംശയിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിശക്തമായ പ്രതികരണങ്ങൾ പരസ്യമായി നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. TP സെൻകുമാറിനെതിരായ വിമർശനങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഈ മൗനം എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.